ഹലോ, എല്ലാവർക്കും ACIT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 31/2021. അതൊരു പ്രിലിമിനറി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണെന്ന് ഓപ്ഷൻ വായിക്കാം. നർമ്മദ, പെരിയാർ, മഹാനദി, സിന്ധു. ഇതിലേതാണ് അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഏതാണ്? മഹാനദി കേട്ടോ. മഹാനദിയാണ് അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. മഹാനദി ഒടുവിൽ എവിടെ എത്തിച്ചേരുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ് ചേരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം അറിയപ്പെട്ടത് ആരാണ്? ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റായിയാണ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് ഓപ്ഷൻ വായിക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത്. അവിശ്വാസ പ്രമേയം പാസ്സാകുമ്പോൾ. അടിയന്തരാവസ്ഥ കാലത്ത്. തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തപ്പോൾ. എപ്പോഴാണ് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്? അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് 19-ാം ആർട്ടിക്കിൾ കേട്ടോ. ഇതിന് 19-ാം അനുച്ഛേദമാണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 19-ാം അനുച്ഛേദമാണ്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുൻപിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണെന്ന്? ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? അത് രാഷ്ട്രപതിക്കാണ് ഇളവ് ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിട്ട് സേവനം അനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗ് ആണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാ? കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? 560 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം. എക്സ്ട്രാ പോയിന്റ് വായിച്ചതാ. കേരളത്തിന്റെ സമുദ്രതീരം എത്ര അറിയോ? അത് 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ സമുദ്രതീരം 580 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാട് താലൂക്ക്. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ്? കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വയനാട് ജില്ലയിലെ ലക്കിടി. വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാട്ടോ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തൂതപ്പുഴയിലാട്ടോ. എവിടെയാണ്? തൂതപ്പുഴയിലാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല അത് പത്തനംതിട്ട ജില്ലയിലാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? മലയാളി മെമ്മോറിയൽ. ഏതാണ്? മലയാളി മെമ്മോറിയൽ ആണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൻസ ഡി അൽബുക്കർക്ക്. അൽഫോൻസ ഡി അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാ? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലിയൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലിയൂറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാ? അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകമാണ് ജീവകം ഡി. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഏതാ? ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണികയാണ് ഇലക്ട്രോൺസ്. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഏത് ചലനമാണ്? സമചലനം. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം എങ്ങനെയാണ്? സമചലനമാണ്. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് ശ്രീനിവാസൻ കേട്ടോ. ശ്രീനിവാസൻ. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവാണ് അയ്യത്തൻ ഗോപാലൻ. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവാണ് അയ്യത്തൻ ഗോപാലൻ.
അഞ്ചുതെങ്ങുകോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? അഞ്ചുതെങ്ങുകോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അഞ്ചുതെങ്ങുകോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാ? ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം. ഡിസംബർ ടു ഫെബ്രുവരിയാണ് ശൈത്യകാലം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയതാണ്. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയതാരാണ്? എം ടി വാസുദേവൻ നായരാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനാണ് എക്കൽ മണ്ണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനാണ് എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിന് എക്കൽ മണ്ണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയാണ്? അത് കുറിച്യർ ആൻഡ് കുറുമ്പർ കേട്ടോ. കുറിച്യർ ആൻഡ് കുറുമ്പർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് കുറിച്യർ ആൻഡ് കുറുമ്പറാണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായിട്ടും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? അത് കടുവയുടെ സംരക്ഷണമാണ് കോർബറ്റ് ദേശീയ പാർക്ക് കടുവ സംരക്ഷണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ വ്യവസായം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ വ്യവസായം. വേടന്തങ്കിൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? വേടന്തങ്കിൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 30 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 30 ഡിഗ്രിയാണ്. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശീയ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82.5 ഡിഗ്രി പൂർവ്വരേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്. 82.5 ഡിഗ്രി പൂർവ്വരേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയാണ്. ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും പാലക്കാടിനെയും. ആൻസർ വരുന്നത് ഫറൂഖ് ടു പാലക്കാട് കേട്ടോ. ഫറൂഖ് ടു പാലക്കാടാണ്. NH 966 ബന്ധിപ്പിക്കുന്നത് ഫറൂഖിനെയും പാലക്കാടിനെയാണ്. ലോക ഹീമോഫീലിയ ദിനം എന്നാ? ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം 8. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താ? കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റല്ല. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. രാജാറാം മോഹൻ റായ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? രാജാറാം മോഹൻ റായ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കത്തയിലാണ്. രാജാറാം മോഹൻ റായ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കത്തയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് പ്രധാനമന്ത്രി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അനുയാത്ര. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷന് ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ക്യാരറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചിട്ട് വൈറ്റമിൻ എ ആയി മാറുന്നത്? ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചിട്ടാണ് വൈറ്റമിൻ എ ആയി മാറുന്നത്? കരളിൽ വെച്ചിട്ടാണ് ബീറ്റാ കരോട്ടിന് വൈറ്റമിൻ എ ആയി മാറുന്നത് കരളിൽ വെച്ചിട്ടാണ്. ഹരിതഗ്രഹവാതങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണെന്ന്? ഹരിതഗ്രഹവാതങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ വായിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഓസോൺ, മീഥേൻ. ഇതിൽ ഹരിതഗ്രഹവാതങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് നൈട്രജൻ ആണ്. ബാക്കി എല്ലാം ഹരിതഗ്രഹവാതകങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, മീഥേൻ ഇതൊക്കെ ഹരിതഗ്രഹവാതകങ്ങളാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാ? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത്.
ഇരുമ്പിന്റെ ധാതുവാണ് ഡാഷ്. ഇരുമ്പിന്റെ ധാതു ഓപ്ഷൻ വായിക്കുക. ഇൽമനൈറ്റ്, ഹേമറ്റൈറ്റ്, മാലക്കറ്റ്, എവറി. ഇതിലേതാണ് ഇരുമ്പിന്റെ ധാതു? ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ ധാതു. വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാ? വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917 ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാരാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് AK ഗോപാലൻ. AKG ആണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് AK ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്? സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതാരാണ്? അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. അയ്യങ്കാളിയാണ്. 16ാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാ? 16ാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജൻ ആണ്. 16ാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? അത് ഓക്സിജൻ ആണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാ? ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമച്ചെറിയാനാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമച്ചെറിയാനാണ്. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം അത് ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച മാസികകളാണ് അമൃതവാണി ആൻഡ് പ്രബുദ്ധ കേരളം. അമൃതവാണി ആൻഡ് പ്രബുദ്ധ കേരളം എന്നത് ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച മാസികകളാണ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. താഴെ ഇത്രയാണ് ഇതിലുള്ള GK ക്വസ്റ്റ്യൻസ്. ബാക്കി മാത്സ് ആണ്. താങ്ക് യു.